നമുക്കിന്ന് വങ്കട മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ തൊലി ഫുള്ള് കളഞ്ഞ് അതിനെ വൃത്തിയാക്കി എടുക്കണം. നമുക്കാദ്യം വൃത്തിയാക്കിയിട്ട് വരാം. നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. തൊലി കളഞ്ഞ് വേണം എടുക്കാൻ. ഇതിൽ വേണ്ടുന്ന സാധനങ്ങൾ: പുളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ചെണ്ണ, കടുക്, ഉപ്പ്, ഉലുവ, അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് അതിലോട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് പാചകം തുടരാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കടുക് വറുക്കണം. നമ്മൾ ഈ വങ്കട മീനിന് കടുക് വറുക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. കടുകിട്ടു കടുക് വറുക്കുകയാണ്. അതിൻ്റെ കൂടെ കറിവേപ്പില, കടുക് നല്ല പൊട്ടിയായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് നമുക്കിതിനെ ഒന്ന് വേവിക്കാൻ വയ്ക്കാം. കൂട്ട് തയ്യാറാക്കാം. അതിന് വേണ്ടത്: ഈ 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ, അരമുറി തേങ്ങ വേണ്ട കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുളി, മുളക് പൊടി, ഉലുവപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുറച്ച് മല്ലിപ്പൊടി നമുക്ക് ഏകദേശം 1-1.5 ടീസ്പൂൺ വേണ്ടി വരും. ഇനി പാകത്തിന് ഉപ്പ്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. മൂടി തുറക്കാം. തിളച്ച് വരുന്നതേ ഉള്ളൂ. ഇതിലോട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ തക്കാളി നമ്മൾ വെച്ച് അരച്ചത് കൊണ്ട് വളരെ ടേസ്റ്റ് കൂടുതലായിരിക്കും. വളരെ ടേസ്റ്റായിരിക്കും. നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കണം. ചൂര, ചാള, വങ്കട, അയല, ഈ മീനിലൊക്കെ നമുക്കിത് ചേർക്കാം. ഇനി നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മുളക് അരിഞ്ഞത്, കറിവേപ്പിലയും മുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് കലക്കി വയ്ക്കാം. പുളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ തക്കാളി ഇടുന്നതുകൊണ്ട് പുളി കുറച്ച് മതി കേട്ടോ. നിങ്ങളത് തീർച്ചയായും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റാണത്. ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട് ഞാൻ. നമുക്കിനി ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. റെഡിയായിട്ടുണ്ട്. അതുപോലെ തിളച്ചു. ഇവിടെ കുറച്ച് അരപ്പ് ഇങ്ങനെ ലൂസായിട്ട് വേണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിന് പാകത്തിന് ഒഴിക്കുക. അങ്ങനെ മീൻ വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും സപ്പോർട്ടും വേണം.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.